നാട്ടിൻപുറത്തെ രാഷ്ട്രീയ ചർച്ചകൾ ചാനൽ ഡെസ്കിലേക്ക് മാറിയിട്ട് കാലം കുറച്ചായി. ചായക്കടകൾ, വായനശാലകൾ, സാധാരണ ജനങ്ങൾ ചീട്ട് കളിച്ച് വിശ്രമിക്കുന്ന ഇടങ്ങൾ, ഇവിടെയൊക്കെയാണ് യഥാർത്ഥ ജനഹിതം അറിയുന്ന ഇടങ്ങൾ. ഇവരൊക്കെ ജീവിത യാഥാർത്ഥ്യങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളാണ്. ആനുകാലിക രാഷ്ട്രീയ ചർച്ചകൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം. ജനഹിതം, ജനപക്ഷം. ആശാവർക്കന്മാരെ വീട്ടിൽ വന്ന് എന്നാ ചെയ്യേ? പിന്നെ അത് കഴിയുമ്പോൾ തന്നെ അവര് ഒരു മാസം മുതൽ മാസ്പിക്ക് എടുത്തോണ്ട് പോകുന്നുണ്ട്. ആശാവർക്കന്മാരെ ഉണ്ടാക്കിയതാരാ? വീട്ടുകാരുണ്ടാക്കിയതാണ്, ആശിച്ചുകാരുണ്ടാക്കിയതാണ് ആശാ സംഘടന. പിന്നെ അവര് കിടന്ന് രാവിലെ രണ്ടു മാസമായി കിടന്നത് എല്ലാം ഉണ്ടാക്കി. അത് കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരുമാണെന്നുള്ള സമരം ചെയ്യുന്നതാണ് പറയുന്നത്. അത് എല്ലാം കേന്ദ്രത്തിലോട്ടല്ല അടിക്കുന്നത്. തൊഴിലുറപ്പിന്റെ കാശ് കിട്ടുന്നില്ല, കേന്ദ്രം കൊടുക്കുന്നില്ല. പെൻഷൻ കിട്ടുന്നില്ല, കേന്ദ്രം. അതാ കേന്ദ്രം ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോഴ് ഈ പെൻഷൻ ഇപ്പൊ ഏപ്രിൽ മാസമില്ല, ഒരു പെൻഷൻ കൊടുത്തു. രണ്ടാമത്തെ പെൻഷൻ ഇപ്പൊ തണ്ടി കയറും. മൂന്നാമത്തെ പെൻഷൻ 15-18 പെരുന്നാളാണ്. അപ്പൊ ഇൻഡസ്ട്രി പേരുണ്ട്. ഒരു മാസം 3 പ്രാവശ്യം പെൻഷൻ കൊടുത്തു. ആര് പറയുന്നു കേന്ദ്രം തരുന്നില്ല? കേന്ദ്രം കൊടുക്കുന്ന ഇവന്മാര് ചെലവാക്കുന്നില്ല, അല്ല ആത്തായി പോവുക. ഇവര് ഈ ആശാവർക്കർമാര് പറയുന്നത് ഓണറേറിയം കൂട്ടിക്കൊടുക്കണമെന്നാണ് പറയുന്നത്. ഓണറേറിയം കൊടുക്കുന്നത് സംസ്ഥാന വേണ്ട, അവർക്കൊരു 1000 രൂപ കൊടുക്കും. അവര് സമരം തീരുമില്ല. പ്രാദേശിക വല്ലപ്പോഴും ഉരുള് കറോട്ടേക്കണം. ആശാവർക്കർമാർ, അംഗനവാടിക്കാര്, ഇതൊക്കെ സംഘടന ഉണ്ടാക്കിയതാരാ? അതായത് ഭരിക്കുന്ന പാർട്ടി അല്ലേ? അവിടെ ഇപ്പൊ ഭരണം. അപ്പൊ ഞാൻ അടുത്ത മുഖ്യമന്ത്രി ആരാണ്? വിജയസച്ചാലിനെ പിടിച്ചു. അത് തന്നെ. അതായിരുന്നു ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നത്. പിണറായി ഭരിക്കുന്നതാണോ? അത് മാറ്റിയില്ല തീരുമാനിക്കുന്നത്. മരുന്നുകളും കാര്യങ്ങളും പഞ്ചായത്ത് വിഭജനം വഴി എക്സിഡന്റ് വഴി കൊടുക്കുന്നുണ്ട്. അവിടെ വന്നില്ല കുടുംബ രോഗത്തിന്, ജീവിതശൈലി രോഗത്തിനുള്ള മരുന്ന് വാങ്ങണമെന്ന് അവര് സേവനമായിട്ടാണ് ഇതിനകത്ത് കേറിയിരിക്കുന്നത്. അതിന് കേറിയിട്ട് കിട്ടുന്ന വാങ്ങുക എന്നല്ലാതെ അത് ഒരു ഇന്നത് വേണോന്ന് പറയാനുള്ള ഇതില്ല ഇവർക്ക്. അത് പറയാനായിട്ടുള്ളൊരു അല്ലെങ്കിൽ അത് സസ്തിയാക്കണം. ശമ്പളം ഓക്കെ, അതുകൊണ്ട് അതിന് വേണ്ടില്ല ഓണറേ കൂട്ടണമെന്ന്. ഓണറേ എന്ന് പറയുമ്പോൾ ഒരു സേവനം ചെയ്യുന്നതിന് ഇത്ര എല്ലാ ദിവസവും പോകുന്നില്ലെന്നാണ് നമ്മുടെ അറിവ്. ഒരു 3 ദിവസത്തേക്ക് അതിനനുസരിച്ച് ഓണറേ കൊടുക്കണേന്ന് പറഞ്ഞു. അതല്ലേ വേണ്ടത്. അല്ലെങ്കിൽ ഇത് ഗവൺമെന്റ് ഒരു സർക്കാർ ഒരു ചർച്ചയ്ക്ക് വിളിക്കേണ്ടതും ചർച്ച ചെയ്ത് സർക്കാർ ചെയ്യാൻ പറ്റുന്ന എന്താണോ അതങ്ങ് ചെയ്യണം. അല്ലാതെ ഈ സമരം ഇത്ര നീട്ടി കൊണ്ടുപോകേണ്ട യാതൊരു കാര്യമില്ല. ആശാ വർക്കർമാര് കുറെ ദിവസങ്ങളായിട്ട് സമരം ചെയ്യുക. അപ്പൊ അവർക്ക് കിട്ടുന്ന ഓണറേറി 7000 രൂപയാണ്. അപ്പൊ അത് 21,000 രൂപയ്ക്ക് കൊടുക്കണമെന്നാണ് അവർ സമരം ചെയ്യുന്നത്. ദിവസമായിട്ട് അവർ ചോദിച്ചിട്ട് പറയാം. അല്ലെങ്കിൽ ഇത്രയും ദിവസമായിട്ട് അവർക്ക് അനുകൂലമായ ഒരു നടപടി ഉണ്ടാകുന്നത്. നിങ്ങൾ വെയിലും മഴയെല്ലാം കൊണ്ട് അവിടെ സമരം ചെയ്യാം. അതേക്കുറിച്ച് എന്താണ് അഭിപ്രായം? അവരെ ആശാവർക്കന്മാർക്ക് അവർ ചോദിക്കുന്നത് ഒരു മര്യാദയായ കാര്യങ്ങളാണ്. ആ മര്യാദയായ കാര്യത്തിന് സർക്കാർ സാധിച്ചു കൊടുക്കാനുള്ള കാര്യമുള്ളൂ. സർക്കാർ പറയുന്നത് പഠിക്കണമെന്നാണ് പറയുന്നത്. അത് ഇപ്പോഴത്തെ സർക്കാർ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മോശത്തിന്റെ ആളാണ്. എല്ലാരും മുഖ്യമന്ത്രി ബാബുളിച്ചു വിട്ടിട്ടില്ല ഇതുവരെ. ഈ ആശാവർക്കന്മാർ ഇത്ര നാള് അവിടെ കിടന്ന് സമരം ചെയ്തിട്ട് അഭിപ്രായം പറയാവാ. പിന്നെ ഈ മന്ത്രിമാരും MLA മാരും എല്ലാവരും കൂടി കൂട്ടുകക്ഷിയോടി അവരുടെ പിന്നെ ശമ്പളം കൂട്ടിയെടുക്കുന്നുണ്ട്. അതിനാരും സമരം ചെയ്യുന്നുണ്ടോ? അവർ സമരം ചെയ്യാതെ ഇവര് തമ്മിൽ അങ്ങോട്ട് ഓരോരോ കൈ എടുത്തുകൊണ്ട് അവര് ഈ ശമ്പളം കൂട്ടിയെടുക്കുന്നുണ്ട്. ഈ കഷ്ടപ്പെടുന്ന അവർക്ക് ഒന്നും കൊടുക്കാണ് അവര് സമരം ചെയ്ത പ്രശ്നമാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. തിയേറ്റൻ പറയുന്നവരെ ഞങ്ങൾ പറയുന്നതെല്ലാം അംഗീകരിച്ചു. ഇപ്പൊ പറഞ്ഞ കേട്ടാ, മന്ത്രിമാർക്ക് ശമ്പളം കൂട്ടിയെടുക്കാം. എന്ത് ചെയ്യാം? പാവപ്പെട്ടവർക്ക് 1 മാസം പെൻഷൻ പോലും തരാൻ ബുദ്ധിമുട്ടാണ്.
അത് കിട്ടുന്നവരാണ്. ഏറ്റവും അവഗണിച്ചൊരു വർഗമാണ് മത്സ്യത്തൊഴിലാളി എന്ന് പറഞ്ഞത്. ഒരു മാസം പെൻഷൻ പോലും അവർക്ക് തരാൻ ബുദ്ധിമുട്ടാണ്. സർക്കാർ കടത്തിലാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് എല്ലാം മറക്കാൻ ഇത് കാണുമ്പോൾ അവരുടെ പങ്കിട്ടെടുക്കാനായിട്ട് MLA മാർക്കും പങ്കിട്ടെടുക്കാനായിട്ട് അവരെ ഒറ്റക്കിട്ട പാവപ്പെട്ട കാര്യം വരുമ്പോഴാണ് പഠനമൊക്കെ വരുന്നത്. പാവപ്പെട്ടവര് ഒരു ആനുകൂല്യമില്ല. ഇവര് സമരം ചെയ്തോ പറഞ്ഞാൽ റോഡ് അടച്ച് സമരം ചെയ്തെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാകില്ല. അവർ ചെയ്തിട്ട് എന്തായി? രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ഇവരെ കൊണ്ട് ഒരു പ്രയോജനമില്ല. അവർക്ക് ഇവരെ കൊണ്ട് പ്രയോജനമില്ല. ഇവരെ കൊണ്ടുള്ളത് ഈ കുഞ്ഞുങ്ങൾക്കും പിന്നെ ഇവര് ഈ നാടിന്റെ കണക്കിയല്ലേ അവർക്കേ ഉള്ളു. ഇവർക്ക് ആ പ്രയോജനമില്ലല്ലോ. എന്താ പറയാനുള്ളത്? ഞങ്ങൾക്ക് പറയാനറിയാൻ വയ്യ. കാര്യം നമ്മൾ മറ്റൊരാളല്ല, ഈ ഒന്നും പറയാനറിയാൻ വയ്യ. പക്ഷെ പറയുന്ന കാര്യം ഞങ്ങൾക്ക് ഇച്ചിരി പ്രശ്നമുള്ള കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ ഇപ്പൊ സമയത്ത് ഈ വാർഡിലെ മെമ്പറുടെ പണി ഒത്ത് ഒരു കൊച്ചു പയ്യനാണ്. ഒരു 10-24 വയസ്സുള്ള ഒരു പയ്യനാണ് ഇവിടുത്തെ മെമ്പർ. ഈ ലോകത്തെ പറ്റി സകല ചരിത്രങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയാണ് സാജൻ. കാര്യം പറഞ്ഞാൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു ആനുകൂല്യവും കൊടുത്തിട്ടുണ്ടാ. കോടിക്കണക്കിന് രൂപക്ക് സ്വത്തുക്കളാണ് നശിച്ചു പോയത്. അതിലും കൊടുത്താ ഇവരെല്ലാം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാൽ കയറിയിരിക്കണത്. എന്നാ ഉണ്ടാക്കി തരാൻ? ഒന്നും ഉണ്ടാക്കരുത്. നമ്മുടെ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും? പിണറായി ആകരുത്. LDF ആണെങ്കിലും പിണറായി ആകരുത് എന്നൊരാഗ്രഹമുള്ളൂ. ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി പിന്നെ കീഴിൽ നിൽക്കുന്നവരല്ലേ. അവര് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായിട്ടല്ലേ നിൽക്കുള്ളൂ. അല്ലാതെ അവര് മറ്റുള്ളവരെ സഹായിക്കാനോ പിടിക്കാനോ അവര് സംസാരിക്കാൻ തോന്നുന്നില്ല. ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പോൾ ഒരേ രാഷ്ട്രീയക്കാരുടെ കീഴിൽ നിൽക്കുന്ന യൂണിയനാണത്. അവര് ശരിക്കും തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുന്നില്ല. അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്കല്ലേ നിൽക്കുന്നത്. എല്ലാവരും ഓരോരുത്തരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് നിൽക്കുന്നു. ഇത് സാധാരണ ജനങ്ങളുടെ കാര്യം തിരക്കാൻ ആരാ ഉള്ളത്? പറച്ചിലേ ഉള്ളു. ആരും പിന്നെ രംഗത്ത് വരുന്നില്ല. സാധാരണക്കാരന്റെ കാര്യം തിരക്കാനായിട്ട് ആരും വരുന്നില്ല. ഇത്രയും പൈസ പോരല്ലോ അവർക്ക്. ഇതിൽ കൂടുതൽ പൈസ കിട്ടണം വളരെ ന്യായമായ അവകാശമാണ്. അത് നമ്മൾ അംഗീകരിക്കുന്നത് വേണ്ട. കൊറോണ സമയത്തൊക്കെ പിന്നെ എന്തുമാത്രം പാടുപെട്ടതാണ്. പൊതുപ്രവർത്തകരല്ലേ. പിന്നെ ആവശ്യം അംഗീകരിച്ചു കൊടുക്കാതെ സർക്കാരിന് നഷ്ടമൊന്നുമില്ല. മന്ത്രിമാരുടെ എല്ലാവരുടെയും ചോദിച്ച് എല്ലാവരും ആരോടും ചോദിക്കാതെ കൂട്ടിക്കൊടുക്കാത്തത്. എന്തെങ്കിലും കൂടെ കൂട്ടിക്കൊടുക്കേണ്ടതാണ്. കാരണം 7000 രൂപ കൊണ്ട് ഈ കാലത്ത് ഒരു മാസം പിഴച്ചു പോകാൻ വലിയ പാടാം. ജീവിതം ആ രീതിയിലുള്ള ഇതാണ്. ഒരു ആശാവർക്കർമാരെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വാർഡുകളിലും അവിടെ ഇവിടെ എല്ലാം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് അവരെല്ലാം ഈ വാർഡുകളിലൊക്കെ കയറി ഇറങ്ങി നടന്ന് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടാണ് ഈ 7000 രൂപ അവർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് ഒരു വർധനവ് ഉണ്ടാകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.